അങ്ങനെ 2024 പകുതിയായി. നമ്മളിതൊരു കഴിഞ്ഞ 6 മാസം ഒരുപാട് നല്ല മലയാള സിനിമകൾ കണ്ടു. പക്ഷേ ബാക്കിയുള്ള ഇൻഡസ്ട്രീസിൽ നിന്നും വലിയ റിലീസുകളൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഒരു 6 മാസം ഒരുപാട് വലിയ റിലീസുകൾ ഇറങ്ങാറുണ്ട്. അതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോ. സോ മലയാളത്തിൽ നിന്ന് നമുക്ക് ഇനി വരാനുള്ളത് അജയന്റെ 2ാം വർഷം എന്നൊരു സിനിമയുണ്ട്. വളരെയധികം പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന ടോവിനോ പ്രധാന വേഷത്തിലെത്തുന്ന മൂവിയാണ്. ഇതിന്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഗ്ലിംസും ടീസേഴ്സും ഒക്കെ തന്നെ ഭയങ്കര പ്രോമിസിംഗ് ആണ്. ഓണം റിലീസായിട്ടാണ് ARM പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഇറങ്ങുന്ന മറ്റൊരു മൂവി കൂടിയുണ്ട്, ബറോസ്. നമ്മുടെ ലാലേട്ടൻ സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന മൂവി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭം കൂടിയാണ്. ഇത് കൂടാതെ ജയസൂര്യ ചിത്രമായ കത്തനാര് കൂടിയുണ്ട്. പക്ഷെ അതിന്റെ റിലീസ് ഡേറ്റ് ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആൻഡ് തമിഴിൽ നിന്നും ഒരുപാട് സിനിമകളുണ്ട്, വലിയ സ്കെയിലിൽ പുറത്തിറങ്ങുന്ന സിനിമകൾ. ഇപ്പോൾ റീസെന്റ് പുറത്തിറങ്ങാതിരിക്കുന്ന ഇന്ത്യൻ 2 അടക്കം വേണമെങ്കിൽ പറയാം. ദെൻ തങ്കളാൻ എന്ന മൂവിയുണ്ട്, ഓഗസ്റ്റ് 15 റിലീസ് ചെയ്യുന്നത്. പാരഞ്ജിത്ത് ഒരുക്കുന്ന വിക്രം പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണിത്. ആൻഡ് ഇതിന്റെ ആ ഒരു ടീസറും ട്രെയിലറൊക്കെ തന്നെ വേറെ ലെവൽ സാധനമായിരുന്നു. ദെൻ ധനുഷ് ചിത്രമായ റായൻ, അത് ഈ ജൂലൈ 26 പുറത്തിറങ്ങുന്നത്. ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന മൂവിയാണ്. AR റഹ്മാനൊക്കെയാണ് മ്യൂസിക് നൽകിയിട്ടുള്ളത്. ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള 100 കോടിക്ക് മേലെ ബഡ്ജറ്റ് ഉള്ള ഒരു മൂവിയാണ്. ഈ സിനിമ ജൂലൈ 26 പുറത്തിറങ്ങുന്നത്. ദെൻ നമ്മുടെ വിജയ് ചിത്രമായ ഗോട്ട് ഉണ്ട്, ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. വെങ്കട് പ്രഭു ആണ് സംവിധാനം ചെയ്യുന്നത്. സെപ്റ്റംബർ 5 ഈ പടത്തിന്റെ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അറൌണ്ട് ഒരു 300 കോടിക്ക് മുകളിൽ ബഡ്ജറ്റുള്ള ഒരുപാട് VFXും DAGing ഒക്കെ ചെയ്തിട്ടുള്ള സാധനമാണ്. ഇതിന്റെ ഒരു ചെറിയ ഗ്ലിംസ് ഒക്കെ ഓൾറെഡി വന്നിരുന്നു. ആൻഡ് ഒരു ഫുൾ ഓൺ ട്രെയിലർ വന്നാലാണ് ഈ പടത്തിൽ എന്താണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് അറിയുള്ളൂ. ദെൻ ശിവകാർത്തികൻ ചിത്രമായ അമരൻ എന്ന ചിത്രമുണ്ട്. അത് സെപ്റ്റംബർ 27 പുറത്തിറങ്ങുന്നത്. മേജർ മുകുന്ദ് വരദരാജൻ എന്ന ഒരു സോൾജറുടെ ബയോപിക് ആണ് ഈ ഒരു മൂവി. ഇത് ശിവകാർത്തികന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമകളിൽ ഒന്നാണ്. അറൌണ്ട് ഒരു 150-200 കോടിക്കൊക്കെയാണ് ഈ സിനിമ എടുക്കുന്നത്. ദെൻ RKFA നമ്മുടെ രാജ്കമൽ ഫിലിം ഇന്റർനാഷണൽ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോണി പിക്ചേഴ്സ്. സോ വലിയ പ്രതീക്ഷയിൽ ഇറങ്ങുന്ന സിനിമയാണ് അമരൻ. സെപ്റ്റംബർ 27 ഈ സിനിമ ഇറങ്ങാം. ദെൻ സൂര്യ പ്രധാന വേഷത്തിലെത്തുന്ന കങ്കുവ ഒക്ടോബർ 10 ഈ സിനിമ ഇറങ്ങാം. നമ്മുടെ ശിവ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ബഡ്ജറ്റിന്റെ കാര്യത്തിൽ കങ്കുവയും ഒട്ടും മോശമല്ല. ഈ പറയുന്ന എല്ലാ തമിഴ് പടം അറൌണ്ട് ഒരു 10-200-300 കോടിയൊക്കെയാണ് ഇവരുടെ ആവറേജ് ബഡ്ജറ്റ്. അതായത് ഇനി വരാനിരിക്കുന്ന തമിഴ് സിനിമകളിൽ, പ്രത്യേകിച്ച് ഈ 2024 ഇനി ഒരു 6 മാസക്കാലത്തിൽ വരാനിരിക്കുന്ന തമിഴ് സിനിമകളുടെ ബഡ്ജറ്റ് മാത്രം എല്ലാം കൂടി നോക്കിയാൽ അറൌണ്ട് ഒരു 1000-1500 കോടിയൊക്കെ വരും. അത്രയും വലിയ സ്കെയിലാണ് ഈ പടങ്ങളൊക്കെ തന്നെ എടുക്കാൻ പോകുന്നത്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്. ദെൻ കങ്കുവയോടൊപ്പം തന്നെ ക്ലാഷ് ആയിട്ട് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന സിനിമയാണ് വേട്ടയൻ, നമ്മുടെ രജനികാന്ത് ചിത്രം. ഇതും ഒക്ടോബർ 10 റിലീസ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ജയ്ഭീം എന്ന ചിത്രത്തിന്റെ സംവിധായകനായ TJ ജ്ഞാനവേൽ ഡയറക്ട് ചെയ്യുന്ന ഈ ഒരു മൂവിയിൽ അനിരുദ്ധൊക്കെയാണ് മ്യൂസിക് നൽകിയിട്ടുള്ളത്. ആൻഡ് അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ തുടങ്ങിയ ഒരു വലിയ കാസ്റ്റ് ലിസ്റ്റ് ഉള്ള ഒരു മൂവി കൂടിയാണ്. ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. റിലീസ് ഡേറ്റ് അടുക്കും തോറും ഇപ്പോൾ ഓരോന്നായിട്ടും എല്ലാം റിലീസ് ചെയ്ത് തുടങ്ങുന്നുണ്ടാവും. ഇതിന് ശേഷമുള്ള രജനികാന്ത് ചിത്രമായി കൂലിയുടെ മോഷൻ പോസ്റ്ററും അല്ലെങ്കിൽ ടീസറൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷേ ഇതിന് തീരെ ഹൈപ്പില്ല എന്ന് പറയാം. ഒരു പക്ഷേ ഇനി റിലീസ് ഡേറ്റ് അടുക്കും തോറും ഇങ്ങനെ ഹൈപ്പ് ചിലപ്പോൾ കൂടി വരുമായിരിക്കും. ദെൻ അജിത്തിന്റെ പടമായ വിടാമുയർച്ചി, ഇത് നവംബറിലോ അല്ലെങ്കിൽ ആ ഒരു ദീപാവലി ടൈമിലൊക്കെ റിലീസ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന് കുറെ പോസ്റ്റേഴ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓൾറെഡി ആ ഒരു ഷൂട്ടിംഗ് സ്പോട്ടിൽ വെച്ച് നടത്തിയിട്ടുള്ള ആ ഒരു ആക്സിഡന്റ് ഒക്കെ ഓൾറെഡി വീഡിയോ ആയിട്ട് വന്നിരുന്നു. സോ തല ഫാൻസ് ഒക്കെ ഈഗർലി വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് വിടാമുയർച്ചി. ദെൻ മണിരത്നം കമൽ കോമ്പോയിൽ ഒരുക്കുന്ന തഗ് ലൈഫ്, ആ സിനിമ ഈ വർഷം തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ദെൻ തെലുങ്കിൽ നിന്നും ദേവര പാർട്ട് 1 ഉണ്ട്, നമ്മുടെ കൊർട്ടാല ശിവ സംവിധാനം ചെയ്യുന്ന NTR പ്രധാന വേഷത്തിലെത്തുന്ന മൂവിയാണ്. ഇതും ഈ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, ബഡ്ജറ്റ് പറഞ്ഞു ബോറടിക്കും. കാരണം ഒരു ഏത് പടം എടുത്താലും ഒരു 10-200-300 കോടിയാണ്. ഇതും അതേപോലെ തന്നെ ഒരു 300 കോടിക്കൊക്കെയാണ് ഇറങ്ങുന്ന പടം. 2 പാർട്ട് മൂവിയാണ്. അതിന്റെ ആദ്യ പാർട്ടാണിത്. അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്. സെപ്റ്റംബർ 27 ഇതിന്റെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ദെൻ തെലുങ്കിൽ നിന്നും ബിഗ് സ്കെയിലിൽ ഇറങ്ങുന്ന വേറൊരു പാൻ ഇന്ത്യൻ മൂവിയാണ് പുഷ്പ 2. കുറച്ചൊന്നല്ല, ഈ പറഞ്ഞ ലിസ്റ്റിലെ ഏറ്റവും ഹയസ്റ്റ് ബഡ്ജറ്റുള്ള മൂവിയാണ്. അറൌണ്ട് ഒരു 500-600 കോടിയൊക്കെയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ സിനിമ എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ കൽക്കിയുടെ ഒക്കെ റെക്കോർഡിനൊക്കെ ബ്രേക്ക് ചെയ്യാൻ അത്രയും ചാൻസ് ഉള്ള വലിയ പടമായിട്ടാണ് ഇത് ഇറങ്ങുന്നത്. ആൻഡ് കഴിഞ്ഞ മൂവി പുഷ്പ 1 ഇറങ്ങി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടായിരുന്നു KGF 2 ഒക്കെ ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്കെയിൽ കണ്ട് ഈ പടം മുഴുവനായിട്ട് റീഷൂട്ട് ചെയ്ത് റീഷെഡ്യൂൾ ചെയ്തെന്നൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. സോ ഒരു സാധാരണ പടമായിട്ടല്ല, ഒരു ബ്രഹ്മാണ്ഡ ഐറ്റായിട്ടാണ് സുകുമാർ ഈ ഒരു പടത്തിന് ഒരുക്കുന്നത്. ഡിസംബർ 6 പുഷ്പ 2 റിലീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഹോളിവുഡ് ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ഇറങ്ങുന്നുണ്ട് ജൂലൈ 26. വളരെ മോശം അവസ്ഥയോടെ പോയിക്കൊണ്ടിരിക്കുന്ന മാർവലിനെ തിരിച്ചു പറയാൻ പറ്റുന്ന ഏക ടാർഗറ്റ് ആണ്. ഈ രണ്ടുപേരുടെ ആ ഒരു സ്ക്രീൻ കെമിസ്ട്രി തന്നെ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമ എങ്ങനെ വലിയ ഹിറ്റ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർവൽ ഫാൻസ് ഈ വർഷത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന സിനിമകളിൽ ഒന്നാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. ദെൻ ഏലിയൻ റോംലെസ് എന്ന സിനിമ ഇറങ്ങുന്നുണ്ട് ഓഗസ്റ്റ് 15. ഇത് ഏലിയൻ ഫ്രാഞ്ചൈസിലെ മറ്റൊരു മൂവി എന്നതുകൊണ്ട് മാത്രമല്ല, ഫെഡെ എലവറസ് ആണ് സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ഡോൺ ബ്രീത്ത് ഒക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടർ. സോ ഒരു പക്ക ഹൊറർ മൂവി എടുക്കാൻ അറിയുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു മൂവി എടുത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. അതിൻ്റെ ഇതിൻ്റെ ട്രെയിലർ വളരെയധികം പ്രോമിസിംഗ് ആയിരുന്നു. സോ ഏലിയൻ്റെ ഫസ്റ്റ് 2 പാർട്ട് അതിനിടയിൽ നടക്കുന്ന അല്ലെങ്കിൽ ക്രൊണോളജിക്കലി ആ ഒരു ടൈം ഗ്യാപ്പിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇവന്റ്സ് ഒക്കെ ആയിരിക്കും ഈ സിനിമയിൽ നമുക്ക് കാണിക്കാൻ പോകുന്നുണ്ടാവുക. ഏലിയൻ റോംലെസ് ഓഗസ്റ്റ് 15 റിലീസ് ചെയ്യുക. ദെൻ ജോക്കറിന്റെ 2nd പാർട്ട് ഉണ്ട്, ഓഗസ്റ്റ് 4 ഈ സിനിമ ഇറങ്ങും. വാക്കൻ ഫിനിക്സിനൊപ്പം തന്നെ ലേഡി ഗാഗ ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ദെൻ ടോം ഹാർഡിയുടെ വെനം എന്ന ചിത്രത്തിന്റെ അവസാനത്തെ 3rd പാർട്ട് ഇറങ്ങുന്നുണ്ട്, വെനം ലാസ്റ്റ് ഡാൻസ്, ഓഗസ്റ്റ് 25 പുറത്തിറങ്ങുന്നത്. പിന്നെ റിഡ്ലി സ്കോട്ട് ചിത്രമായ ഗ്ലാഡിയേറ്റർ 2 ഇറങ്ങുന്നുണ്ട് നവംബർ 22. പോൾ മെസ്കലാണ് ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത്. കൂടാതെ പെഡ്രോ പാസ്കലും ഡെൻസിൽ വാഷിംഗ്ടൺ ഒക്കെ ഉണ്ട്. ആദ്യത്തെ ഗ്ലാഡിയേറ്റർ അതൊരു വേറെ ലെവൽ സാധനമായിരുന്നു.
അതിലൊന്നും പറയാനില്ല. ഒരു ക്ലാസിക് ഐറ്റം, അതിന് സീക്വലായിട്ട് പുറത്തിറങ്ങുന്ന മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് ഗ്ലാഡിയേറ്റർ 2 ഇറങ്ങുന്നതെന്ന് പറയാം. ദെൻ മോവാന 2 എന്ന സിനിമ ഇറങ്ങുന്നുണ്ട് നവംബർ 27 ഈ ഡിസ്നി ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് അടിപൊളിയായിരുന്നു. ദെൻ ലോർഡ് ഓഫ് ദി റിംഗ്സിന്റെ വാർ ഓഫ് റൊഹിറിം എന്നൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. ഒരു ആനിമേറ്റഡ് മൂവിയാണ്, അല്ലെങ്കിൽ ഒരു ആനിമി മൂവിയാണെന്ന് പറയാം. ഡിസംബർ 13 ആയിരിക്കും ഇത് പുറത്തിറങ്ങുക. അപ്പോൾ ലോർഡ് ഓഫ് ദി റിംഗ്സ് ഫാൻസിനൊക്കെ പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഇത്. ഡയറക്റ്റ് തിയേറ്ററിൽ റിലീസ് ആയിട്ട് ഇറങ്ങുന്ന സിനിമയായിരിക്കും. ദെൻ ക്രാവൺ ദി ഹണ്ടർ പുറത്തിറങ്ങുന്നുണ്ട്. ഡിസംബർ 13 ആയിരിക്കും ഈ സിനിമ പുറത്തിറങ്ങും. ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങേണ്ട പടമായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് ഒക്ടോബർ ഒക്കെ റിലീസ് ചെയ്യേണ്ട മൂവിയായിരുന്നു. നമ്മുടെ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ഇൻസ്റ്റാൾമെന്റ് ആണ്. സോ ഇതൊരു മാർവൽ ചിത്രമല്ല, സോണി ചിത്രമാണെന്ന് പറയാം. ദെൻ സോണിക് 3 ഇറങ്ങുന്നുണ്ട് ഡിസംബർ 20 ദെൻ ഇതേ ദിവസം തന്നെ മുഫാസ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ലയൺ കിങ്ങിന്റെ പ്രീക്വൽ ആയിട്ട് ഇറങ്ങുന്ന സിനിമയാണ്. ഓൾറെഡി അതിൽ കണ്ട ആ ഒരു ക്യാരക്ടറിനെ തന്നെ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ഒറിജിനൽ സ്റ്റോറി ആയിരിക്കും ഇതിൽ പറയുന്നുണ്ടാവുക. ഇതിന്റെ ഓൾറെഡി ട്രെയിലർ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നോസ്ഫെറാറ്റു എന്നൊരു സിനിമ പുറത്തിറങ്ങുന്നുണ്ട് ഡിസംബർ 25 ഇത് നമ്മുടെ റോബർട്ട് എഡ്ഗേഴ്സ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ദി വിച്ച്, ലൈറ്റ് ഹൗസ്, നോർത്ത് മാൻ തുടങ്ങിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ഡയറക്ടർ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്ക് വകയുള്ള സിനിമയാണെന്ന് പറയാം. ദെൻ ഇനി സീരീസുകളുടെ കാര്യം എടുത്താൽ ഓൾറെഡി ഇപ്പോൾ ബോയ്സിന്റെ സീസൺ 4 ഹൗസ് ഓഫ് ഡ്രാഗന്റെ സീസൺ 2 ഒക്കെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ഹൗസ് ഓഫ് ഡ്രാഗന്റെ ആ ഒരു റണ്ണ് കഴിയുമ്പോൾ തന്നെ ലോർഡ് ഓഫ് ദി റിംഗ്സിന്റെ അല്ലെങ്കിൽ റിംഗ്സ് ഓഫ് പവർ എന്ന സീരീസിന്റെ സെക്കൻഡ് സീസൺ തുടങ്ങും. ഓഗസ്റ്റ് 29 ആയിരിക്കും അതിന്റെ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ DC യൂണിവേഴ്സിൽ നിന്നും ദ പെൻഗ്വിൻ എന്ന സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. കൊളിൻ ഫാരൽ പ്രധാന വേഷത്തിലെത്തുന്ന സീരീസ് ആണ്. നമ്മുടെ ഓൾറെഡി 2022 ഇറങ്ങിയ മാറ്റ് റിവ്യൂസിന്റെ ബാറ്റ്മാൻ എന്ന സിനിമ, നമ്മുടെ റോബർട്ട് പാറ്റിൻസൺ ബാറ്റ്മാൻ ആയിട്ട് വന്ന മൂവി, അതിന്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് ഇറങ്ങുന്ന സീരീസ് ആണ്. സെപ്റ്റംബർ 8 മുതലായിരിക്കും പെൻഗ്വിന്റെ സ്ട്രീമിംഗ് തുടങ്ങുക. ദെൻ നെറ്റ്ഫ്ലിക്സിന്റെ ഹിറ്റ് സീരീസ് ആയ ആർക്കെയിൻ, അതിന്റെ സീസൺ 2 ഈ വർഷം പുറത്തിറങ്ങുന്നുണ്ട്. റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു ചെറിയ ട്രെയിലർ ഒക്കെ റിലീസ് ചെയ്തിരുന്നു. നവംബറിലാണ് ഇത് ഏകദേശം ഇറങ്ങുന്നത് പറയുന്നത്. ഇതൊരു ആർക്കെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുവെക്കുക, കിഡിലിൻ ഐറ്റമാണ്. ദെൻ ഡ്യൂണിന്റെ പ്രീക്വലായ ഡ്യൂൺ പ്രൊഫസി എന്ന സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഓൾറെഡി ഡ്യൂണിന്റെ 2 പാർട്ട് പറയും കഴിഞ്ഞു, വലിയ ഹിറ്റ് ആയിരുന്നു. അതിന്റെ ഒരു പ്രീക്വൽ ആയിട്ട് സർവ് ചെയ്യുന്ന ഒരു സീരീസ് ആണെന്ന് പറയാം. 6 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. ഇതിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷേ അറൌണ്ട് ഒരു നവംബർ ഡിസംബറിലേക്ക് ആയിരിക്കും റിലീസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ നെറ്റ്ഫ്ലിക്സിന്റെ ഹിറ്റ് ഷോ ആയ സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 2 ഈ വർഷം തന്നെ ആയിരിക്കും പുറത്തിറങ്ങുക. ഡിസംബറിലേക്കാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഫസ്റ്റ് സീസൺ കിട്ടിയ റിസപ്ഷൻ ചെറുതൊന്നായിരുന്നില്ല. നെറ്റ്ഫ്ലിക്സിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് വാച്ച്ഡ് സീരീസ് ആണ്. ഗ്ലോബൽ ഫിനോമിന തന്നെയായി മാറിയിരുന്നു സ്ക്വിഡ് ഗെയിം സീസൺ 1. സോ സീസൺ 2 അതേ റിസപ്ഷൻ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ വർഷത്തിൽ ഇനി ബാക്കിയിരിക്കുന്ന വലിയ റിലീസുകൾ. സോ ഇതിൽ തന്നെ നിങ്ങളേറെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന സിനിമ ഏത് സീരീസ് ഏതെന്ന് കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.